ഇന്ത്യൻ വിവാഹ മാർക്കറ്റിൽ പ്രതിവർഷം നമ്മൾ ചെലവാക്കുന്നത് 6 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അംബാനിയുടെ വീട്ടിലെ വിവാഹമൊക്കെ ചെറുതാണെന്ന് തന്നെ പറയാം. 60,000 കോടി രൂപയുടെ ആഭരണങ്ങൾ, ഹോട്ടൽ റൂമുകൾക്ക് വേണ്ടി മാത്രം 5,000 കോടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം 10,000 കോടി. വർഷാവർഷവും ഇന്ത്യൻ വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയുടെ വലുപ്പം 7 മുതൽ 8% വരെ വളരുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം വിവാഹത്തിൽ പണ്ട് മുതൽ പങ്കെടുത്തിരുന്ന ആളുകളിൽ അധികം പേരാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളർച്ച 15%. ആഡംബര വിവാഹങ്ങളുടെ എണ്ണം കൂടിയതോടെ വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരുടെ ബിസിനസ് 2023 മാത്രം 15 മുതൽ 20% വരെ വളർന്നു. ശരിക്കും എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? ഇന്ത്യക്കാരുടെ ആഡംബര വിവാഹ പ്രേമം നല്ലതാണോ? ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നത്. അതിനു മുന്നേ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവികളായിരുന്നു അല്ലേ? മനുഷ്യ സമൂഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിരുന്നു. ആ സമയത്ത് തന്നെ അടുത്ത തലമുറ ഉണ്ടാവണമല്ലോ. അപ്പോൾ കല്യാണം എന്ന് പറയുന്ന രീതിയിലുള്ള ഇണയെ കണ്ടെത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ കൃഷി ആരംഭിച്ചതിന് ശേഷം ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ശീലങ്ങൾ ഇല്ലാതായി മാറുകയാണ്. അത് മാത്രമല്ല, ഒരാൾ കഷ്ടപ്പെട്ട് തരിശ് ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കണം, അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ലാൻഡില്ലേ 30-35 വയസ്സാവുന്ന സമയത്ത് തന്നെ മരിച്ചു പോകും. അപ്പോൾ എങ്ങോട്ടും കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കും? തനിക്ക് ഏറ്റവും താല്പര്യമുള്ള, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കണം അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായത് ആരാണ്? തീർച്ചയായിട്ടും കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആരുടെ കുട്ടിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ വിവാഹം എന്ന കൾച്ചർ തന്നെ ഉണ്ടായി വരുന്നത്. കൃഷി ആരംഭിച്ചതോടെ വിള നടാനും കൊയ്യാനും അടുത്ത വർഷത്തേക്കുള്ള വിത്തുകളും കാര്യങ്ങളും എടുത്തു വെക്കാനും എല്ലാം മനുഷ്യൻ ശീലിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർ കുറേ എടുത്തു വെക്കുന്നു, കുറച്ച് പേർ കുറച്ച് മാത്രമാണ് എടുത്തു വെക്കുന്നത്, കുറച്ച് പേർ മീഡിയമായിട്ട് എടുത്തു വെക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് വേർതിരിക്കപ്പെടും അല്ലേ? കൂടുതലായിട്ട് വിതയ്ക്കാനും കൊയ്യാനും പറ്റുന്ന ആളുകൾക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാവും. അങ്ങനെ മനുഷ്യവർഗത്തിനിടയിൽ തന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ക്ലാസ്സുകൾ രൂപപ്പെടുകയാണ്. ഈ പുവർ എന്ന് പറയുന്നതും മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതും റിച്ച് എന്ന് പറയുന്നതുമായ ക്ലാസ്സുകൾ രൂപപ്പെടുകയാണ്. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുന്നു. ഈ പണം കൂടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന സമയത്ത് സമൂഹവും മതങ്ങളും കല്യാണത്തിൽ ഇടപെടുകയാണ്, വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ കല്യാണം എന്ന വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നു. വാസ്തവത്തിൽ മെസോപ്പൊട്ടോമിയൻ ശിലാലിഖിതങ്ങളിൽ പോലും കല്യാണത്തെക്കുറിച്ച് കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ സമ്പത്ത് കൂടിയ ഒരാൾ കല്യാണം കഴിക്കുന്നത് പോലെ ആയിരിക്കുമോ സമ്പത്ത് കുറഞ്ഞ ഒരാൾ കല്യാണം കഴിക്കുക? സമ്പത്ത് കുറേ ഉണ്ടായിട്ട് കാര്യമല്ല. സമ്പത്ത് എനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നാട്ടുകാരെ കാണിച്ചു കൊടുക്കണം. മതവും സമൂഹവും ഇടപെടുന്ന ഒരു ആചാരം കൂടിയാണ്. അതുകൊണ്ട് ആഡംബര വിവാഹങ്ങൾ, വലിയ രീതിയിൽ പണം ചെലവഴിച്ചുള്ള വിവാഹങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരണം വേറെയൊന്നുമല്ല, സ്റ്റാറ്റസിൻ്റെ സിമ്പലായി വിവാഹങ്ങൾ മാറുന്നു. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ പണം ചെലവഴിച്ച് കല്യാണം നടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ സ്റ്റാറ്റസ് എന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ വിവാഹ മാർക്കറ്റിൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളുടെ കല്യാണത്തിനെല്ലാം പണം എത്തരത്തിൽ ചെലവഴിക്കപ്പെടുന്നു എന്നും അതിൻ്റെ മാർക്കറ്റിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നും കൃത്യമായിട്ട് 5 കാര്യങ്ങളിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെടുന്നതാണ്. 5ാമത്തെ കാര്യം ആഘോഷങ്ങളുടെ ദൈർഘ്യം. പണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം തീരുമാനിക്കുന്നു, കല്യാണം നടക്കുന്നു, ആളുകളെ ക്ഷണിക്കുന്നു, കല്യാണം നടക്കുന്നു, അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. ഒരു ദിവസം കൊണ്ട് കല്യാണവും കാര്യങ്ങളും എല്ലാം കഴിയുന്നു. എന്നാൽ പിന്നീട് പാർട്ടി എന്ന് പറഞ്ഞ സിസ്റ്റം വരികയാണ്, സൽക്കാരം എന്ന് പറഞ്ഞ സിസ്റ്റം വരികയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 6-7 ദിവസങ്ങൾ ഏറ്റവും കുറഞ്ഞത് നീണ്ടു നിൽക്കുന്ന ആഘോഷ പരമ്പരയാണ് കല്യാണം എന്ന് പറയുന്നത്. അതിൽ ഹൽദി ഉണ്ടാവും, മെഹന്തി ഉണ്ടാവും, റിസപ്ഷൻ ഉണ്ടാവും, കല്യാണം ഉണ്ടാവും, സൽക്കാരം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഏറ്റവും കുറഞ്ഞ സാധാരണ നാട്ടിൽ നടക്കുന്നത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മിനിമം 5 ദിവസമെങ്കിലും കല്യാണ ചടങ്ങുകൾ ഇപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട്. അതിഥികളെ വേണ്ട രീതിയിൽ സൽക്കരിക്കുക എന്നുള്ളത് കല്യാണത്തിൻ്റെ ഒരു പാർട്ടാണല്ലോ. 5-6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമാണെങ്കിൽ ദൂരെ നിന്ന് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ആഘോഷത്തിന് വേണ്ടി പങ്കെടുക്കാൻ ആളുകൾ എത്തുന്ന സമയത്ത് അവർക്ക് നല്ല താമസ സൗകര്യം ഒരുക്കേണ്ടി വരും. അത്തരത്തിൽ ധാരാളം ഹോട്ടലുകൾ ഇന്ത്യയിൽ ബുക്ക് ചെയ്യപ്പെടാറുണ്ട്. മാരിയറ്റ് ഇൻ്റർനാഷണൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഹോട്ടൽ ശൃംഖലയാണല്ലോ. റൂമുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയും മാരിയറ്റ് ഇൻ്റർനാഷണൽ തന്നെയാണ്. ഇവരുടെ കണക്ക് പ്രകാരം 2022 മാത്രം അവരുടെ ആകെ ബിസിനസ്സില്ലേ അതിൻ്റെ 12% കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മുഖാന്തരം ഉണ്ടായതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുന്നതിന് മാത്രം ഇന്ത്യക്കാർ പ്രതിവർഷം ചെലവഴിക്കുന്നത് 5,000 കോടിയോളം ഇന്ത്യൻ രൂപയാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ഈ ദിവസങ്ങളുടെ എണ്ണം കൂടുന്നതിൻ്റെ പ്രധാന കാരണം ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കല്യാണം പരമാവധി കളർഫുള്ളാക്കണം. ഈ ആഘോഷങ്ങൾ പരമാവധി കളർഫുള്ളാക്കാൻ വേണ്ടി മതങ്ങളുടെ ആചാരങ്ങൾ പരസ്പരം എടുക്കുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ പോലും
കേരളത്തിലേക്ക് വന്നത് കാണാം. ഒരു 10 വർഷം മുന്നേ ഉള്ള ആചാരങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ പരമാവധി കളർഫുള്ളാക്കാനും അതിൻ്റെ ചിത്രമെടുക്കാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ആ കാര്യങ്ങളൊന്നും ഉപദേശിക്കുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. അതെല്ലാം സ്വന്തം താല്പര്യം മാത്രമാണ്. അത് ഓരോരുത്തർക്കും താല്പര്യമുള്ള രീതിയിൽ ചെയ്യാവുന്നതുമാണ്. നമ്മൾ നോക്കുന്നത് വിവാഹ മാർക്കറ്റ് എന്തുകൊണ്ട് ഇത്രയും വലുതായിട്ട് നിലനിൽക്കുന്നു എന്ന കാര്യം മാത്രമാണ്. നാലാമത്തെ കാര്യമാണ് ഫോട്ടോഗ്രാഫി. ഗ്ലോബലി $20.4 ബില്യൺ ബിസിനസ്സാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫിയുമായി ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു മാർക്കറ്റാണ്. പണ്ട് എങ്ങനെയായിരുന്നു? ആളുകൾ കല്യാണത്തിന് വരുന്നതും പോകുന്നതുമായ ആളുകളുടെ വീഡിയോ പോലും വീഡിയോഗ്രാഫി ആയിട്ട് പകർത്തി അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അല്ല എന്തായിരുന്നു. എന്നാൽ അതിന് വലിയ രീതിയിൽ എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴെന്താണ് വിവാഹ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻസ്റ്റഗ്രാമിൻ്റെ സ്വാധീനമാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ സ്വാധീനം മുഖേന തന്നെ പ്രത്യേക പാക്കേജുകളാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്. അവർ ആ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ശീലിച്ചത് നല്ല കാര്യമാണ്, മോശമാണെന്ന അഭിപ്രായമൊന്നുമില്ല. റീലുകൾ എടുക്കുന്ന രീതിയിലേക്ക്, ഇൻസ്റ്റഗ്രാമിന് യോജിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ വലിയ രീതിയിൽ തന്നെ മാറിയിരിക്കുകയാണ്. ഇതുമായി ചേർന്ന് വലിയൊരു പരാതി ഉയർന്നു വരുന്നുണ്ട്. അതായത് നമ്മൾ കല്യാണത്തിന് ആളുകളെ ക്ഷണിക്കുന്നത് അവർക്ക് കാണാനും അവർക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനും എല്ലാമാണല്ലോ. അങ്ങനെയാണല്ലോ ഒരു വെയ്പ്പ്. എന്നാൽ ഇവർ വരുന്ന സമയത്ത് റീല് പലതവണ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഗസ്റ്റിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ഈ കപ്പിൾസിന് സാധിക്കുന്നില്ല എന്ന പരാതി പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. കല്യാണ ആഘോഷങ്ങളുടെ ദിവസങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാം കളർഫുൾ ആഘോഷങ്ങളാക്കാൻ പ്രത്യേകമായിട്ട് മലയാളിയും ഇന്ത്യക്കാരും ശ്രമിക്കാറുമുണ്ട്. അത്തരത്തിൽ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ കളർഫുൾ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് വെറുതെ അന്ന് മറന്നു പോകാനല്ലല്ലോ. അതിൻ്റെ മധുരമായ ഓർമ്മകൾ ചിത്രങ്ങളാക്കി വെക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഫോട്ടോ എടുത്താൽ പോരാ. പ്രീ വെഡ്ഡിങ്ങും മാരേജും റിസപ്ഷനും പോസ്റ്റ് വെഡ്ഡിങ്ങും അടക്കം നിരവധി പാക്കേജുകളാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോർമൽ ഫോട്ടോഗ്രാഫിയും കാൻഡിഡ് ഫോട്ടോഗ്രാഫിയും ഡ്രോൺ ഉപയോഗിച്ചും ഇനി സിനിമാറ്റോഗ്രാഫി വേണമെങ്കിലും അതിനെല്ലാം വേറെ വേറെ പാക്കേജുകളാണ്. മൂന്നാമത്തെ കാര്യമാണ് വിവാഹ വസ്ത്രം. ഇവൻറ്റുകളുടെ എണ്ണം കൂടുകയാണ്. എല്ലാ ഇവൻറ്റിനും നമ്മൾ ഒരേ വസ്ത്രം അണിയോ? ഒരിക്കലുമില്ല. നമുക്ക് മാത്രമല്ല, ബ്രൈഡിന് വേറെ വസ്ത്രം വേണ്ടി വരും, അവരുടെ അമ്മയ്ക്കും അച്ഛനും, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും, അതുപോലെ നമ്മുടെ സഹോദരിക്കും സഹോദരനും പ്രധാനപ്പെട്ട ബന്ധുക്കൾക്കുമെല്ലാം ആ ദിവസങ്ങളിൽ വേറെ വേറെ വസ്ത്രങ്ങൾ വേണ്ടി വരും. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 10,000 കോടിയുടെ മാർക്കറ്റാണ് വിവാഹ വസ്ത്രവുമായി മാത്രം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ചിലരെല്ലാം തീം ബേസ്ഡ് ആയിട്ട് കല്യാണങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ ഡ്രസ്സിന് അനുയോജ്യമായ രീതിയിലായിരിക്കും അവിടെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടാവുക. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പന്തലുകൾക്കും മറ്റ് അലങ്കാര വർക്കുകൾക്കും അതിനനുസരിച്ച് പണം ചെലവഴിക്കേണ്ടി വരും. പണ്ടൊക്കെ കല്യാണങ്ങളിൽ ഒരു ഡ്രസ്സ് പോയിട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു, നമുക്ക് ചേരുന്ന രീതിയിൽ നമ്മുടെ അളവിലുള്ള ഡ്രസ്സ് നോക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് മാറി കസ്റ്റമൈസ്ഡ് ഡ്രസ്സിലേക്ക് കാലം മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു, അവർ അതിനനുസരിച്ച് തങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കാൻ കല്യാണം നടത്തുന്നു എന്ന രീതിയിലേക്ക് എത്തിയതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഡ്രസ്സിൻ്റെ വില കൂടുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് പണം മുടക്കിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അറിയാം, ബ്ലൗസിലൊക്കെ ചെറിയ കല്ലുകൾ വെച്ച് ചെറിയൊരു ഡിസൈനിങ് വർക്ക് എടുക്കണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 5,000 രൂപയെങ്കിലും ചിലവാകും. എന്നാൽ അതെല്ലാം തനി സാധാരണക്കാർ ചെയ്യുന്ന കാര്യമാണ്. കുറച്ചുകൂടെ പണമുള്ള ആളുകളിലേക്ക് വരുമ്പോൾ 50,000-ഉം 60,000-ഉം റേഞ്ചിലൊക്കെയാണ് ചെറിയ രീതിയിൽ പോലും ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്ത് പുറത്തേക്ക് എത്തുന്നത്. 2 ആഭരണങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യൻ കല്യാണങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ സംസ്കാരവുമായിട്ടും നമ്മളെ രീതികളുമായിട്ടും അത്രയധികം ഇടകലർന്ന് നിൽക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വർണം കല്യാണത്തിന് ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, പക്ഷെ അവർ അതിസമ്പന്നരായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി, അവർ അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഞാൻ സ്വർണ്ണം ഇടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കല്യാണം നടത്താറുള്ളത്. അല്ലാത്തതുണ്ട്, പക്ഷേ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള മോഡലും കൽക്കട്ട മോഡലും പോലുള്ള സ്വർണ്ണാഭരണങ്ങളായിരുന്നു സ്ത്രീകൾ അധികവും കേരളത്തിൽ ധരിച്ചിരുന്നത്. അതിനെല്ലാം പണിക്കൂലി വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിയാൽ ടെമ്പിൾ കളക്ഷനും നഗാസും ചെട്ടിനാടും പോലുള്ള ഉയർന്ന പണിക്കൂലി കൊടുത്ത് മേടിക്കേണ്ട സ്വർണ്ണങ്ങളാണ് പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കല്യാണത്തിന് സ്വർണം ഉപയോഗിക്കണോ വേണ്ടയോ എന്നതെല്ലാം അവനവൻ്റെ താല്പര്യമാണ്. നമ്മളിപ്പോൾ വീട് വെക്കേണ്ട, വാടകയ്ക്ക് താമസിച്ചോ, അതാണ് ഫൈനാൻഷ്യലി കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ പറയുന്നത് പോലുള്ള പ്രാക്ടിക്കൽ അല്ലാത്ത ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെല്ലാവരുടെയും സ്വന്തം ഇഷ്ടപ്രകാരവും താല്പര്യപ്രകാരവും നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, 4-5% പണിക്കൂലിയെങ്കിൽ കഴിഞ്ഞ 8-10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ സ്വർണത്തിൻ്റെ വില കൂടുന്നത് 10%, 11%, 12% ഒക്കെ വെച്ചിട്ടാണ്. അങ്ങനെ നോക്കിയാൽ ഒരു വർഷം കൊണ്ട് തന്നെ വലിയ രീതിയിൽ മുതലാവാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ 40%, 50% പണിക്കൂലി കൊടുത്ത് അതൊരു അസറ്റാണ് എന്ന് കരുതി മേടിച്ച് വെക്കുന്നത് തീർച്ചയായിട്ടും മണ്ടത്തരാണ്. പക്ഷെ പണമുള്ള ആളുകൾക്ക്
തങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കാനും കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നാനുമെല്ലാം സ്വർണം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അസറ്റാണെന്ന് തെറ്റിദ്ധരിച്ച് 40%, 50% പണിക്കൂലി കൊടുത്ത് സ്വർണം മേടിക്കുന്നത് വലിയ അബദ്ധം തന്നെയായിരിക്കും. ഇതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം ചോദിക്കുന്നതും മേടിക്കുന്നതും അത് കൊടുക്കുന്നതും വലിയ തെറ്റാണ്. ആരെങ്കിലും സ്ത്രീധനം ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, കേസ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അവരിന് പുറത്ത് വരാത്ത രീതിയിൽ അകത്തായി പോകുന്നതുമാണ്. പക്ഷേ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് കള്ളക്കേസ് കൊടുക്കാതിരിക്കുക. യാഥാർത്ഥ്യമാണെങ്കിൽ കേസ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ വരനോ വരൻ്റെ ബന്ധുക്കളോ ആവശ്യപ്പെടാതെ ഒരു അച്ഛൻ മകൾക്ക് വിവാഹത്തിന് സ്വർണ്ണാഭരണങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ എത്രമാത്രം കൊടുക്കാമെന്നോ എത്രമാത്രം സ്വർണം ഉപയോഗിക്കാമെന്നോ ഇതിലൊരു ക്ലോസും ഇല്ല. അതുകൊണ്ട് പലപ്പോഴും ഈ ക്ലോസുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പല പെൺകുട്ടികളും ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, കല്യാണത്തിൻ്റെ സ്വർണം അസറ്റാണെന്ന് പറഞ്ഞ് വീട്ടുകാർ തരുന്നു, അപ്പം ഞാൻ എന്താണ് ചെയ്യുക? അപ്പം ഞാൻ ആ കുട്ടിയോട് പറയുകയാണ്, ഇപ്പോൾ സ്വർണം മേടിക്കുന്നത് പണിക്കൂലിയുണ്ട്, GST ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു അസറ്റായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് മേടിച്ചോളൂ. അതാകുമ്പോൾ GST ഇല്ല, 8 വർഷം കഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഇല്ല, അതിന് പണിക്കൂലിയും ഇല്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ബുദ്ധിമുട്ടുമില്ല. ഡിമാറ്റ് ഫോമിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇത് പറഞ്ഞാൽ കല്യാണത്തിന് ഞാൻ എന്തിടും ഹേ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോയില്ലേ? അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്വർണം കൊടുക്കണമെന്ന് താല്പര്യമുണ്ട്, അതൊരു സ്വത്ത് കൊടുക്കുന്നത് പോലെ ഒരു അസറ്റായിട്ട് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ പണിക്കൂലി കുറഞ്ഞ സ്വർണം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതാണ്ട് 60,000 കോടി രൂപയുടെ ആഭരണ മാർക്കറ്റാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. നമ്മൾ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണമെങ്ങാനും സ്ത്രീകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ സ്വത്താണ്. അതിൽ അവരുടെ ഭർത്താവിനോ ഭർത്തൃ വീട്ടുകാർക്കോ യാതൊരു അവകാശവും ഇല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയാണല്ലോ. ഈ പണത്തിൻ്റെ ആവശ്യം വന്നാൽ ഒരു പക്ഷേ സ്വർണ്ണമെല്ലാം കൊടുത്ത് പണയം വെക്കേണ്ട ആവശ്യം വരാം, ചിലപ്പോൾ വിൽക്കേണ്ട ആവശ്യം വരാം. അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സുധാമൂർത്തിയുടെ കഥ പറഞ്ഞ സമയത്ത് കൃഷ്ണമൂർത്തി ഇൻഫോസിസ് തുടങ്ങാൻ വേണ്ടി പണം മേടിച്ച സമയത്ത് പോലും കൃത്യമായിട്ട് കടമാണ് കൊടുക്കുന്നത് എന്ന് രേഖയുണ്ടാക്കിയിരുന്നു. ഇതുപോലെ ഒരു മുദ്രപത്രത്തിൽ എഴുതി മേടിച്ച് കൃത്യമായിട്ട് കൈമാറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ വേണമെന്ന് തോന്നാം. ആ സമയത്ത് പുരുഷന്മാർക്ക് വേണമെങ്കിൽ മുൻകൈ എടുത്ത് ഒരു മുദ്ര പേപ്പറിൽ ഇത് എഴുതി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് അവരുടെ സ്വത്ത് എടുത്തു എന്നുള്ള ചീത്തപ്പേര് നമുക്കുണ്ടാവില്ല. കൃത്യമായിട്ട് തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വീട്ടിലെ അടുക്കളയിലേക്ക് ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജീവിതാവസാനം വരെ നിങ്ങൾ അടുക്കളയിൽ തന്നെ കിടക്കേണ്ടി വരും. നല്ല സമയത്ത് പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കാനും നല്ലൊരു ജോലിയൊക്കെ നേടാനും നല്ല വരുമാനം ഉണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ആ കുടുംബത്തിന് തന്നെ നല്ലൊരു ഗുണമായിരിക്കും. ഒന്നാമത്തേതാണ് ഡെസ്റ്റിനേഷൻ. പണ്ടത്തതുപോലെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊന്നുമല്ല ഇപ്പോൾ വിവാഹം നടക്കുന്നത്, അല്ലെങ്കിൽ വീടിനടുത്തുള്ള അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. ആഡംബര റിസോർട്ടുകളിലൊക്കെ വിവാഹം നടക്കാറുണ്ട്. രാജകൊട്ടാരങ്ങളിൽ, ജയ്പൂരിലും ഉദയ്പൂരിലുമുള്ള രാജകൊട്ടാരങ്ങളിൽ വിവാഹം നടക്കുന്നത് കാണാറുണ്ട്. ആൻഡമാനിലും വാരാണസിയിലും വിവാഹം ഉണ്ടാവുന്നത് കാണാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഒരുപാട് പണം ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ചിലവഴിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടായിരിക്കാം പണം കൂടിയ ആളുകൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന ഈ ഓരോ കാര്യങ്ങളും ഇല്ലേ, അത് ഓരോന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പണമില്ലാത്ത ആളുകൾക്ക് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും. നമ്മൾ വരുമാനത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണെങ്കിൽ മാത്രം ആ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കുറേ ഇവൻറ്റുകൾ, കുറേ ഡ്രസ്സുകൾ എടുക്കുന്നു, സ്വർണം പർച്ചേസ് ചെയ്യുന്നു, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഡെസ്റ്റിനേഷൻ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചത്. കുറച്ചുകൂടെ സൗകര്യപ്രദം അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ വെച്ചത്. അപ്പം നമ്മുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. വലിയ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ പണം പോകുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആഡംബര വിവാഹം നല്ലതാണോ അല്ലയോ എന്നതാണ്. ആഡംബര വിവാഹം എന്തുകൊണ്ടും നല്ലതാണ്. ഈ വിവാഹങ്ങളുടെ ആഡംബരം പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ 6 ലക്ഷം കോടിയുടെ മാർക്കറ്റാണ് ഇന്ത്യയിൽ തകരാൻ പോകുന്നത്. എത്ര പേർക്കാണ് അത് ജോലി എടുക്കുന്നതെന്ന് അറിയോ? ഏതെല്ലാം മേഖലകളിൽ, നമ്മൾ പറയാത്ത എന്തെല്ലാം മേഖലയുണ്ട്. പന്തൽ പണിയുണ്ട്, കാറ്ററിംഗ് സർവീസ് ഉണ്ട് അല്ലേ? ഇതുപോലുള്ള മേഖലകളിലെല്ലാം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതാണ്. പണമുള്ള ആളുകൾ നല്ല രീതിയിൽ പണം ചെലവഴിച്ചാൽ മാത്രമേ അത് സമൂഹത്തിലേക്ക് എത്തുള്ളൂ. അംബാനി ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കല്യാണം നടത്തി. ഈ പണം അംബാനി വെറുതെ എടുത്ത് കത്തിച്ച് കളഞ്ഞതല്ലോ, ഓരോ ആളുകൾക്കായിട്ട് വിതരണം ചെയ്തതാണല്ലോ അവരുടെ കാര്യങ്ങൾ നടക്കാൻ. അപ്പോൾ സമൂഹത്തിലേക്കാണ് ഈ പണം എത്തുന്നത്. അതുകൊണ്ട് തന്നെ പണം കൂടിയ ആളുകൾ വലിയ രീതിയിൽ പണം ചെലവഴിച്ച് കല്യാണം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഇത് കണ്ട് പണം കുറഞ്ഞ ആളുകൾ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളൊന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹം നടന്നില്ലേ,
അംബാനിയുടെ വരുമാനത്തിൻ്റെ, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരാഴ്ച വരുമാനം മാത്രമാണ് അദ്ദേഹം ഈ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? 20-30 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് വിവാഹത്തിന് വേണ്ടി ഒറ്റയടിക്ക് ചെലവഴിച്ച് കളയുന്നത്. അത് മറ്റുള്ളവരെ കാണിക്കാൻ കൂടിയാവുമ്പോൾ വലിയ പ്രശ്നമാണ്. നമുക്ക് സ്റ്റാറ്റസ് കാണിക്കണമെന്നുണ്ട്, എന്നാൽ അതിൻ്റെ പണം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ കടം മേടിച്ച് വലിയ ആളാണെന്ന് കാണിക്കുക എന്ന് പറയുന്നത് മോശം തീരുമാനമാണ്. വലിയ വിവാഹം നടത്തണം എന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അതിനുവേണ്ടി സാമ്പത്തികപരമായിട്ട് തയ്യാറാവണം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാനും നന്നായിട്ട് അധ്വാനിച്ച് പണം നല്ല രീതിയിൽ നിക്ഷേപിക്കാനും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു കല്യാണം കഴിക്കാനും കല്യാണം നടത്തി കൊടുക്കാനുമെല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോഴെന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ വിവാഹ മാർക്കറ്റിനെ കുറിച്ചുള്ളതാണ്. ഇതിലെവിടെയും എൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളുമില്ല. എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള താല്പര്യമാണ്. അവനവൻ്റെ വീട്ടിൽ എങ്ങനെ കല്യാണം നടത്തണമെന്നും എത്ര സ്വർണം ഉപയോഗിക്കണമെന്നും ഏതെല്ലാം രീതിയിൽ അതിൻ്റെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യണമെന്നും എല്ലാം ഉള്ളത് അവനവൻ്റെ സ്വന്തം അഭിപ്രായമാണ്. പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാറുണ്ട്. അസറ്റാണെന്ന് കരുതി ഉയർന്ന പണിക്കൂലിയുള്ള സ്വർണം മേടിക്കും. എന്താണെങ്കിലും സ്വർണ്ണമല്ലേ, ആവശ്യം വന്നാൽ പണയം വെച്ചൂടെ എന്നെല്ലാമാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇത്തരം ചില തെറ്റിദ്ധാരണകളെ മാത്രമാണ് ഈ വീഡിയോയിലൂടെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോഴെന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.